ഞാൻ പോവാ. വേണ്ട, ഞാനിത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇനിയും തുടരുമായിരുന്നില്ലേ? ഞാൻ കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാതിരിക്കണ്ട. ഇല്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ കുറ്റങ്ങൾക്ക് നിർമ്മലയെ കൂടി ബലിയാടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ പേടി എനിക്കില്ല. നിങ്ങൾ പിടിക്കപ്പെട്ടാൽ അത് നിങ്ങളുടെ വിധി. പിന്നെ നിങ്ങൾ പറയണം ഞാനും കൂട്ടുനിന്നെന്ന്. അപ്പൊ എന്നെ ശിക്ഷിക്കുമായിരിക്കും. ആ ശിക്ഷ കൂടി നിങ്ങൾ എനിക്ക് വാങ്ങിത്തരണം. അപ്പോഴേ നിങ്ങൾ നിങ്ങളാകും. എല്ലാം തുറന്നു പറഞ്ഞിട്ടും ഇത്തരം മുള്ളുവെച്ച വാക്കുകൾ വേണം. ഞാൻ ചതിയനാണ്, അശേഷം സ്വഭാവശുദ്ധി ഇല്ലാത്തവനാണ്. പക്ഷേ നിർമ്മലയോടുള്ള എന്റെ ഇഷ്ടം അതിൽ മാത്രം കാപട്യമില്ലായിരുന്നു എന്ന് വിശ്വസിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. ആശുപത്രിയിൽ വരുന്നതും വരാത്തത് ഇനി നിങ്ങളുടെ ഇഷ്ടം. എന്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു എന്ന് മാത്രം. ഒരപേക്ഷയുണ്ട്. തിരിച്ചറിവില്ലാതെ ഓരോ രോഗങ്ങളുമായി വരുന്ന പാവങ്ങളെ ചികിത്സിച്ച് കൊല്ലരുത്. ഒന്നെങ്കിൽ മറ്റെവിടേക്കെങ്കിലും റെഫർ ചെയ്യുക, അല്ലെങ്കിൽ എന്നെ അറിയിക്കുക. നാഥനില്ലാത്ത കുടുംബങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് മാത്രം. ഹലോ, മൃഗാശുപത്രിയാ? ഇത് ഭ്രാന്താശുപത്രിയാ. ശരിക്കുള്ള നമ്പർ ഡയൽ ചെയ്യടൂ. ഹലോ, മൃഗാശുപത്രിയാ? അതെ, മൃഗാശുപത്രിയാണ്. എന്ത് വേണം? ഞാൻ ആരാണെന്നോ? താൻ ആരാടോ? ഇത് ശങ്കരമംഗലം തറവാടാണ്, പ്രശസ്തമായ ശങ്കരമംഗലം തറവാട്. ഇവിടെ വിളിച്ച് മൃഗാശുപത്രിയാണോ എന്ന് ചോദിക്കുന്നത് മനഃപൂർവ്വമാണോ? എങ്കിൽ താൻ കളിക്കുന്നത് തീക്കളിയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ആരെ ആരെ? നന്ദിനിയോ? അയ്യോ നന്ദിനി, ഇത് ദേവേട്ടനാണ്. അതെ, ഇപ്പൊ 2 തവണ മൃഗാശുപത്രിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ വന്നു. സോറി. ഇല്ല, അച്ഛനമ്മ ഇവിടെ ഇല്ല. എന്ത് വിശേഷമാണേലും എന്നോട് പറഞ്ഞോളൂ. പിന്നെ നമ്മുടെ ആശുപത്രി ഞാൻ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഊമക്കത്ത് അത് വെറും നുണയാണ് കേട്ടോ. എന്ത്? അടുത്ത ആഴ്ച വരികയാണെന്നോ? വെരി ഗുഡ്. അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ? ഹലോ 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 ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. അമ്മായി, നന്ദിനി അടുത്ത ആഴ്ച ലണ്ടനിൽ നിന്ന് വരുന്നു. അമ്മാവാ, എന്താ ഇപ്പൊ ഫോൺ വന്നു. നന്ദിനി അടുത്ത ആഴ്ച പുറപ്പെടുവത്രേ. കൂടുതൽ സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഫോൺ കട്ടായി പോയി. ഞാൻ മുറി ചെന്നിരിക്കാം. വീണ്ടും ഫോൺ വന്നെങ്കിലോ? ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. സാവിത്രി, നന്ദിനി ഉടനെ പറഞ്ഞിങ്ങി എത്തും. ഇനി എന്താ അടുത്ത പരിപാടി? അവളെ ഇങ്ങനെ വെറുതെ നിർത്തിയാ മതിയോ? വെറുതെ നിർത്തുന്നു ആരാ പറഞ്ഞേ? വന്നു കഴിഞ്ഞ് ആശുപത്രിയുടെ ചുമതല അവളെ ഏൽപ്പിക്കണം. അങ്ങനെയല്ലേ തീരുമാനിച്ചത്? എടി മണക്കൂസെ, അതല്ല, അവിടെ കല്യാണക്കാരിയോ? അത് നേരത്തെ തീരുമാനിച്ചതല്ലേ. എന്ത് തീരുമാനിച്ചു? മഹാദേവനെ കൊണ്ട്. നമുക്കൊരു മകളല്ലേ ഉള്ളൂ. എന്റെ അറിവിൽ അത്രേ ഉള്ളൂ. എങ്കിൽ അവളെ കെട്ടുന്നത് മഹാദേവനായിരിക്കില്ല. എന്ത്? സാവിത്രി, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഞാൻ പഠിപ്പിച്ച എന്റെ മോളെ കെട്ടുന്നവന് ചില മിനിമം യോഗ്യതകളൊക്കെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എങ്കിൽ ഇത്രയും കാലം മഹാദേവനെ ഇട്ട് പന്ത് തട്ടുമ്പോൾ തട്ടിതെന്തിന്? അതോ അവന്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നത് കാണാൻ എനിക്ക് ദണ്ണമുള്ളതുകൊണ്ട്. പക്ഷെ പ്രമാണത്തിൽ ഇന്നൊപ്പിടാം നാളെ ഒപ്പിടാം എന്നൊക്കെ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുക. എന്നാൽ ശങ്കരമംഗലത്ത് മാധവൻ തമ്പി അവനെ കൊണ്ട് ഒപ്പിടിക്കും. എന്നിട്ട് നന്ദിനിയെ ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്യും. ഡോക്ടറോ? അതേടി, നമ്മുടെ ഡോക്ടർ രാജഗോപാലൻ. രോഗികൾക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരു ഡോക്ടർ ഇനി ജനിക്കാനില്ല. അയാളെ നമ്മുടെ കൈപ്പിടിയിലൊന്ന് കിട്ടിയാ മതി. പണം കായ്ക്കുന്ന മരമെന്നൊക്കെ നീ കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു മരമാണ് ഈ ഡോക്ടർ. ചുമ്മാ വടിയോരത്തൊരു ഷെഡും കെട്ടി ക്ലിനിക്കെന്നൊരു ബോർഡും തൂക്കി അയാളെ പിടിച്ചങ്ങ് ഇരുത്തിയാ മതി. ചൊക്കുരക്കൂടത്തിൽ ഈച്ച പൊതിയും പോലെ രോഗികൾ വന്ന് കുമിഞ്ഞുകൂടും. ഒരു കാര്യം പറഞ്ഞേക്കാം,
നന്ദിനി നിനക്ക് എന്നും പറഞ്ഞ് ആ ചെറുക്കന്റെ ചോര മുഴുവൻ ഊറ്റി കുടിച്ചേച്ച് ദൈവം നിങ്ങളെ വെറുതെ വിടില്ല. ദൈവം നിന്നെ പോലെ അത്ര ബുദ്ധിയില്ലാത്ത കൂട്ടത്തിലൊന്നും അല്ല. ചേരേണ്ടതേ ചേരാൻ പാടുള്ളൂന്ന് പുള്ളിക്കാരൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എടീ, ഭർത്താവ് ഡോക്ടർ, ഭാര്യ ഡോക്ടർ, അവരുടെ മക്കൾ മുഴുക്ക ഡോക്ടർ, അങ്ങനെ ഡോക്ടർ ഒരു ഡോക്ടർ ചങ്ങല. ആ തലമുറയെ പറ്റി നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നേരെ മറിച്ച് മണ്ടം മഹാദേവൻ നമ്മുടെ അന്തരിക്കുട്ടിയെ കല്യാണം കഴിച്ചാലോ, അവന്റെ മക്കള് മണ്ടന്മാര്, മക്കളുടെ മക്കള് മരമണ്ടന്മാർ, അവരുടെ മക്കള് തിരുമണ്ടന്മാര്, ഒരു പരമ്പര മുഴുവൻ മഹാമണ്ടന്മാർ. ഈ ബന്ധത്തിനെങ്ങാനും ഞാൻ മുൻകൈ എടുത്താൽ ദൈവം ആ നിമിഷം തന്നെ ചവിട്ടിക്കൊല്ലും. ഓ, എന്തൊരു ഐശ്വര്യം ആ ഡോക്ടറിന്റെ മുഖത്ത്. മകൻ ഇങ്ങനെയാണെങ്കിൽ ആ അച്ഛനും അമ്മയും എങ്ങനെ ഇരിക്കും? ഐശ്വര്യദേവത നൃത്തം ചവിട്ടുന്ന ആ തറവാട്ടിലേക്ക് ബന്ധുക്കളായി കയറി ചെല്ലുന്നത് ഒരു അഭിമാനം തന്നെയാണേ. ഇനി ഇവിടെ ചോറും കറിയും വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഒന്ന് കാണണം. ഭദ്രകാളി, സ്വന്തം ഭർത്താവ് പട്ടിണി കിടന്ന് ചാവണമെന്ന് അവളുടെ ആശ. അല്ലടി, നിന്നെ കൊന്നിട്ട് ഞാനും ചാവുള്ളൂ. അടി ഭദ്രകാളി, ഇറങ്ങി വാടി. എന്താടി നോക്കുന്നത്? കരുണം പോലീസും നീയും തമ്മിലുള്ള ഇടപാട് നാട്ടിൽ മുഴുവൻ പാട്ടായി നാളെ കിടക്കുമ്പോഴാണ് ഞാൻ വന്നത്. പോലീസ് മുങ്ങിയപ്പോ ഒരുത്തരും കിട്ടിയില്ല നിന്നെ കെട്ടാൻ. ഞാൻ കെട്ടി. അതാണടി എന്റെ ആത്മാർത്ഥത. ആ എണ്ണ നിനക്കിപ്പം വരില്ല. എനിക്ക് മാത്രം ഇവിടെ ചോറില്ല. അല്ലടി, എന്താ കണ്ടൂടെ ചട്ടി? പഴയതിൽ ഇനി ഇതും കൂടി ബാക്കിയുള്ളൂ. ഇതും കൂടി ഒന്ന് ഉടച്ചു തന്നായിരുന്നെങ്കിൽ എനിക്ക് പോയി പുതിയത് വാങ്ങിക്കായിരുന്നു. പിന്നെ അത് ഉടച്ചു തുടങ്ങാം. ഉടക്കാനാ പറഞ്ഞത്. തൊട്ട് പോരു തന്നെ. ഈ കയ്യേം വിട്ടു. അയ്യോ കയ്യേ, അയ്യോ കയ്യേ, കയ്യേ. കള്ളു കുടിക്കാൻ കാശ് വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇത് അരി വാങ്ങിക്കാനുള്ള കാശാണ്, ഇത് തരില്ലെന്ന്. അപ്പ പറഞ്ഞ് എനിക്ക് ചോറ് വേണ്ട, കള്ളു മതിയെന്ന്. കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോ ചോറ് വേണമെന്ന്. ഇവിടെ ചോറില്ല, ഇല്ല ഇല്ല. ഇനി ഇവിടെ കിടന്ന് ഒച്ചയും വേളം ഉണ്ടാക്കിയാലുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിയാലോ. കരുണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നെങ്കിലേ പിന്നെ എന്തിനാ ഇയാളെന്നെ കെട്ടിയത്? നിന്റെ തന്ത എനിക്ക് കാശ് തന്നിട്ട്. അയ്യോ, എന്നെ വിട്, അയ്യോ, എന്നെ കൊല്ല്. അയ്യോ, ഇയാളെ കൊന്നിട്ട് എന്നെ കാര്യം. വിടുമോളെ. അയ്യോ, അവളെ വിടടി, എന്നെ കൊല്ലട്ടെ. ഞാൻ ചത്താലിന്റെ അവക്ക് കരുണം പോലീസില്ലേ? പിള്ളേരുടെ മുന്നിൽ വെച്ച് തോന്നിയാസം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കരുണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നെന്ന് തന്നെ കൂട്ടിക്കോളൂ. നിങ്ങളുടെ ആദ്യ ഭാര്യ പതിവ്രത ആയിരുന്നല്ലോ. എന്നിട്ട് എന്തേ അവളൊരു ലോക കള്ളനെ പറ്റൂ? മുട്ടയെന്ന് വരുന്നതിന് മുമ്പ് അവൻ ജയിലിൽ കിടന്നില്ലേ? ഇപ്പോഴും ആളുകളെ പറ്റിച്ച് നടക്കില്ലേ? എത്ര കലം പൊട്ടിച്ചു പറ. എനിക്ക് ചോറ് തന്നില്ല. ചോറ് വേണ്ട, ആ അരിയുടെ കാശിന് കള്ള് മതി എന്ന് ചേട്ടൻ പറഞ്ഞാണ്. അത് തന്നെയല്ലേ സംഭവം. ഇന്നെങ്കിലും വല്ല പുതുമ ഉണ്ടാവും ഞാൻ വിചാരിച്ചു. ഉണ്ടായില്ല. കലത്തിന്റെ കാശ് വേണം, അത്രയേ ഉള്ളൂ. ഞാൻ തന്നേക്കാം. അയ്യോ, പ്രശ്നം തീർന്നല്ലോ. ഈ രൂപ രാജഗോപാൽ എന്റെ പേർക്ക് മണി ഓർഡർ അയച്ചതാ നിങ്ങൾക്ക് തരാൻ. ആണോ? എങ്കിൽ എനിക്കിതായ്മുട്ടി ഇവളിപ്പൊ അവനെ തെറി പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ പറയാതിരിക്കും? അവന്റെ ഈ പെമ്പിള്ളാരുടെ തള്ള രണ്ടാണെങ്കിലും തന്ത നിങ്ങൾ തന്നെയല്ലേ. പെങ്ങന്മാർക്ക് ചെലവിന് കൊടുക്കേണ്ടത് ആങ്ങളയുടെ കടമയാ, ഇല്ലേ അയ്മുട്ടി? അതെ അതെ അതെ. കൊല്ലിഞ്ഞ എന്താടി നോക്കിയിരിക്കുന്നത്? കേൾപ്പടി വന്ന് നിൽക്കുന്നു. ഈ പണം അവൻ എന്റെ പേർക്ക് അയക്കാൻ എന്താ കാരണം? എന്താ ഇവിടുത്തെ മേൽവിലാസം അറിഞ്ഞൂടെ? എന്തോ എനിക്കറിഞ്ഞൂടാ. അവൻ എവിടെയാ ഉള്ളത്? ആരെയാ ഇപ്പൊ അവൻ പറ്റിച്ചോണ്ടിരിക്കുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ പടച്ചോനെ. നീ അവനെ കണ്ടു. ഈ പണം നിന്റെ കയ്യിൽ അവൻ നേരിട്ട് തന്നാന്ന് ഞാൻ പറയും. അല്ലെന്ന് ഞാൻ പറയുന്നു. ശരി ശരി, അല്ലെങ്കിൽ മോനെ ഒരു 50 രൂപ എനിക്ക് താട്ടാ. 50 രൂപ പോയിട്ട് 10ന്റെ പൈസ എന്റെ കയ്യിലില്ല. ഇല്ലെങ്കിൽ വേണ്ട, വാ നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാനിപ്പോ ചായ കുടിച്ചാണ്. ചായ കുടിച്ചെന്താ? ഞാൻ ചായ കുടിച്ചാണെന്ന്. ആ ശരി, അത് അവിടെയുള്ള കുടിച്ചേട്ടാ. ഞാനിപ്പോ കുടിച്ചാ അതെ, വാതിലടിച്ച് കുറ്റിയിട്ടതാ. നിനക്കറിയാം അവൻ എവിടെയാ ഉള്ളത്. അവൻ കാശുണ്ടാക്കുന്നുണ്ടെന്നുള്ളതും എനിക്ക് മനസ്സിലായി.
അവനെ കാണിച്ചു തരാതെ നിന്നെ ഇവിടുന്ന് പുറത്തു വിടുന്ന പ്രശ്നമല്ലടാ ആയിമുട്ടി പട്ടി പറഞ്ഞത് അവനെ കേടാ